നമസ്കാരം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും കാണാതായ സ്വർണം തിരിച്ചു കിട്ടി. 107 ഗ്രാം സ്വർണമാണ് തിരികെ ലഭിച്ചത്. ക്ഷേത്രത്തിനുള്ളിലെ മണൽപ്പരപ്പിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത്. ബോംബ് സ്ക്വാഡും പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് സ്വർണം കണ്ടെത്തിയത്. അതേസമയം സ്ട്രോങ് റൂമിലെ സ്വർണം നിലത്ത് വന്നത് എങ്ങനെയെന്ന കാര്യത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. അതീവ സുരക്ഷാ മേഖലയിൽ നിന്നാണ് ഇന്നലെ സ്വർണം കാണാതായത്. ക്ഷേത്ര ഭരണസമിതിയുടെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന 13 പവൻ സ്വർണ്ണദണ്ഡാണ് മോഷണം പോയത്. ശ്രീകോവിലിന് മുന്നിലെ വാതിലിൽ പഴയ സ്വർണ്ണത്തകിട് മാറ്റി പൊതിയുന്ന ജോലികൾ നടക്കുകയായിരുന്നു. ബുധനാഴ്ച തൽക്കാലത്തേക്ക് നിർത്തിവെച്ച ജോലി ഇന്നലെ പുനരാരംഭിച്ചപ്പോഴാണ് സ്വർണ്ണദണ്ഡുകളിൽ ഒന്ന് കാണാതായത് ശ്രദ്ധയിൽപ്പെട്ടത്. പോലീസും ക്ഷേത്ര സുരക്ഷാ ഉദ്യോഗസ്ഥരും പകൽ മുഴുവൻ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. ക്ഷേത്രത്തിലെ നിർമ്മാണ ആവശ്യത്തിനുള്ള സ്വർണം സ്ട്രോങ് റൂമിലാണ് സൂക്ഷിച്ചിരുന്നത്. പണിക്കായി പുറത്തെടുക്കുമ്പോഴും തിരികെ വെക്കുമ്പോഴും സ്വർണം തൂക്കി തിട്ടപ്പെടുത്താറുണ്ടെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ ബി മഹേഷ് വ്യക്തമാക്കിയിരുന്നു. ശ്രീകോവിലിലെ അനന്തശയന വിഗ്രഹത്തിന് മുന്നിൽ ശിരസ്, ഉടൽ, പാദം എന്നിവ തൊഴാൻ 3 വാതിലുകളാണുള്ളത്. ഇവയിൽ ആദ്യത്തെ നടയിലെ വാതിലിന്റെ പഴയ സ്വർണ്ണത്തകിട് മാറ്റി പുതിയ സ്വർണ്ണത്തകിട് ചേർക്കുന്ന ജോലിയാണ് നടക്കുന്നത്. ഇതിനായി സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം പുറത്തെടുത്തിരുന്നു. ബുധനാഴ്ചത്തെ ജോലിക്ക് ശേഷം സ്വർണം തൂക്കി മുറിയിലേക്ക് മാറ്റിയിരുന്നു. ഇന്നലെ രാവിലെ ജോലി തുടരാനായി പുറത്തെടുത്ത സ്വർണം തൂക്കി നോക്കി കണക്കെടുത്തപ്പോഴാണ് ദണ്ട് നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയത്. സ്വർണ്ണത്തകിട് വിളക്കി ചേർക്കാനുള്ള കാഡ്മിയം ചേർന്നതാണ് കാണാതായ സ്വർണ്ണദണ്ട്. ശ്രീകോവിലിന് മുന്നിലെ ഒറ്റക്കൽ മണ്ഡപത്തിലാണ് വാതിലിന്റെ ജോലികൾ നടത്തിയിരുന്നത്. ജോലി നടക്കുന്ന സ്ഥലം ഉൾപ്പെടെ ക്ഷേത്ര പരിസരം CCTV ക്യാമറകളുടെ നിരീക്ഷണത്തിലാണ്. ഇന്ന് രാവിലെ മുതൽ ബോംബ് സ്ക്വാഡും പോലീസും ക്ഷേത്ര ജീവനക്കാരും ചേർന്ന് ക്ഷേത്രത്തിനകത്ത് പരിശോധന നടത്തിയിരുന്നു. ചൂട് കൂടിയതിനെ തുടർന്ന് മണൽപ്പരപ്പിലെ തെരച്ചിൽ നിർത്തിവെച്ചിരുന്നു. വൈകുന്നേരം വീണ്ടും നടത്തിയ പരിശോധനയിലാണ് ക്ഷേത്രത്തിനകത്തെ മണൽപ്പരപ്പിൽ നിന്നും സ്വർണം ലഭിക്കുന്നത്. എന്നാൽ സംഭവത്തിൽ ഇപ്പോഴും ദുരൂഹതയാണ്. സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണമാണ് കാണാതായത്. ഇതെങ്ങനെ മണൽപ്പരപ്പിലെത്തിയെന്ന സംശയമാണ് ബാക്കി നിൽക്കുന്നത്. അതേസമയം ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനം മൂലം ഇതാരെങ്കിലും മാറ്റിവെച്ചതാണോ എന്ന സംശയവും പോലീസിനുണ്ട്. ആ സാഹചര്യത്തിലാണ് ക്ഷേത്രത്തിനകത്ത് പരിശോധന നടത്തുന്നത്. ശ്രീകോവിൽ സ്വർണം പൂശാനാണ് സ്വർണം സൂക്ഷിച്ചിരുന്നത്. ഇതെടുക്കുമ്പോഴും തിരികെ വെക്കുമ്പോഴും കൃത്യമായി തൂക്കം രേഖപ്പെടുത്താറുണ്ട്. അത് കൃത്യമായി ചെയ്തിട്ടുണ്ടോ എന്ന സംശയം പോലീസ് ഉന്നയിക്കുന്നുണ്ട്. സംഭവം സംബന്ധിച്ച് വിശദീകരണം നൽകാൻ DCP വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്.